ഹലോ ഗൈസ്, അഗ്നിപരീക്ഷയുടെ 11ാമത്തെ എപ്പിസോഡിലേക്കും എല്ലാവർക്കും സ്വാഗതം. റിവ്യൂ വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. ഇന്നത്തെ ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറോ വില്ലൻ, ഹീറോയ്ക്ക് ഷെയ്ഡ്സും കൊടുക്കണം, വില്ലന് പൊട്ടും കുത്തണം. അവിടെ ഉള്ളത് 12 മത്സരാർത്ഥികളാണ്. 12 മത്സരാർത്ഥികൾക്കും കൂടിയിട്ട് ഈ ടാസ്ക് ഉണ്ട്. ഈ ടാസ്ക് എല്ലാവർക്കും കഴിഞ്ഞപ്പോൾ A to Z ഒന്നേന്ന് തുടങ്ങി അവസാനം വരെ എല്ലാവർക്കും ഈ ടാസ്ക് കഴിഞ്ഞു. ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ ഹീറോ എന്ന് പറഞ്ഞ ഷെയ്ഡ്സ് കിട്ടിയിട്ടുള്ളത് ടാഷിക്കും അഫ്യക്കുമാണ്. അവർ രണ്ടുപേർക്കും 2 വീതം കിട്ടിയിട്ടുണ്ട്. അതിൽ തന്നെ വില്ലൻ എന്നുള്ള പൊട്ട് കിട്ടിയിട്ടുള്ളത് 4 പൊട്ടുകൾ വീതം സോനക്കാണ് കിട്ടിയിട്ടുള്ളത്. സോന അങ്ങനെ എല്ലാവരും ഒരു വില്ലത്തിയാണ്. ടാഷിയും അഫ്യക്കും 2 ഷെയ്ഡ് വെച്ച് കിട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ല. കഴിഞ്ഞ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് കിട്ടിയിട്ടുള്ള ഒരാളാണ് ഷിജിൻ. ഈ പ്രാവശ്യം ആയകൂടി ഒരെണ്ണം, ഒരേ ഒരു ഹീറോ, കുറവല്ല, ഒരു കുഴപ്പമില്ല, ഒരു ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട് ഹീറോ. ഒരാൾ പോലും വെറുക്കപ്പെട്ടില്ല. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിലെന്തൊക്കെയോ ഒരു ഗ്രൂപ്പ് കളി ഉണ്ട് നമുക്ക് മനസ്സിലാക്കാം. കഴിഞ്ഞ കളിയിൽ പുറത്താക്കാൻ വേണ്ടി ശ്രമിച്ച ആൾക്കാരൊക്കെ തന്നെ ഇപ്രാവശ്യം അവന്റെ പേരേ പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല. ആയകൂടി ഒരാൾ മാത്രം പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. അതായത് ഷാമോൻ ഷിജിന്റെ പേര് ഹീറോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വേറെ എവിടെയും കാണാൻ പറ്റില്ല അവന്റെ ഒരു പേര്. പിന്നെ അതിന് ശേഷം എല്ലാവർക്കും കൂടിയിട്ട് ഒരു റോപ്പ് ടാസ്ക് കൊടുത്തിട്ടുണ്ട്. റോപ്പ് ടാസ്ക് ആണ് കൊടുത്തിട്ടുള്ളത്. റോപ്പ് ടാസ്ക് എന്ന് പറയുമ്പോൾ ഒരു റോപ്പ് കൊടുക്കും. റോപ്പ് എല്ലാവരെയും ചുറ്റും, അതായത് റോപ്പിന്റെ ഉള്ളിൽ എല്ലാവരും നിൽക്കണം. എല്ലാവരും നിന്നതിന് ശേഷം നമുക്ക് നടുക്കൊരു റെഡ് കളർ ചെയ്തിട്ടുള്ള സർക്കിൾ ഉണ്ടാവും. ആ സർക്കിൾ ആര് പോയി ടച്ച് ചെയ്യുന്നു അയാൾ ഔട്ടാവും. അങ്ങനെ ടാസ്കിന്റെ പ്രത്യേകത. ആ ടാസ്കിൽ കളിക്കുന്ന സോന തന്നെ ക്വിറ്റ് ചെയ്ത് പോയി. ക്വിറ്റ് എന്ന് പറയുമ്പോൾ സോന അവിടെ വീണിട്ട് കാല് മടങ്ങി അങ്ങനത്തെ സംഭവം സംഭവിച്ചപ്പോൾ സോനക്ക് പറ്റൂല എന്നുണ്ട്, സോന ക്വിറ്റ് ചെയ്ത് പോയി. പിന്നെ പൂജ ഔട്ടായി. നെക്സ്റ്റ് ശ്യാം, ടാഷി, ഷിബിന, ഷിൻജിത്ത്, ഷാമോൻ, ഇങ്ങനെ ഓരോരുത്തർ വെച്ച് ഔട്ടായി. ഷാമോനെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നു എന്ന് തോന്നി, അല്ലെങ്കിൽ ഷാമോൻ അവിടെ വീണ് വരുമ്പോൾ ഷാമോൻ എല്ലാവരും പിടിച്ച് വലിച്ചിടാൻ നോക്കിയപ്പോൾ ഷാമോൻ ക്വിറ്റ് ചെയ്ത് പോയി. ഷാമോനെ കൊണ്ട് പറ്റിയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഷാമോൻ പോയി. ആൻഡ് ലോലിറ്റ, അഫിയ, രാകേഷ് വരെ എത്തിയപ്പോൾ രാകേഷിന് യെല്ലോ കാർഡ് കൊടുത്തു. രാകേഷ് എന്തോ ഒരു ആദ്യം തന്നെ രാകേഷ് ഈ റോപ്പ് പിടിച്ചിട്ട് രാകേഷ് സർക്കിളിലെ പുറത്തേക്ക് എന്നിട്ടാണ് രാകേഷ് കളിച്ചതെന്ന് വെച്ചാൽ ആദ്യം മുതലേ നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ആ ലാസ്റ്റ് ഒരു 8th 9th റൗണ്ട് എത്തിയപ്പോഴാണ് രാകേഷിനകത്ത് യെല്ലോ കാർഡ് റിയാസ് ഒരു എഞ്ചിനീയർ കൊടുക്കുന്നത്. അവർ രണ്ടുപേരും പറഞ്ഞ സംഭവം ഇതാണ്. ഇവർ ആദ്യം തുടങ്ങി രാകേഷ് ഈ സംഭവം കളിക്കുന്നുണ്ട്, പിന്നെ അവർ നോട്ടീസ് ചെയ്യണേ എവിടം വരെ പോകും എന്നുള്ളത് നോക്കുകയാണ്. ലാസ്റ്റ് എത്തിയപ്പോൾ 2 ആൾക്കാരാ, എൽദോൻ, ഷിജിലാൽ. അവർ രണ്ടുപേരും ബ്രില്യൻ്റ് ആയിട്ട് കളിച്ചിട്ടുണ്ട്. അവർ നല്ലൊരു ഗെയിം കളിച്ചത്. പക്ഷെ രണ്ടുപേരും ഔട്ടാകാത്തത് കൊണ്ട് തന്നെ രണ്ടുപേർക്കും ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടി. ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ കൊടുത്തൊരു സംഭവം ഉണ്ട്. അതിന്റെ ഇതാണ് മറ്റേ ഒരു ടോപ്പിക് കൊടുക്കുമല്ലോ, മൈക്ക് ടൈം. ടോപ്പിക് ആൻഡ് ടോക്കല്ലേ മൈക്ക് ടൈം എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും കൂടി അത് അനലൈസ് ചെയ്തിട്ടുള്ളവർ സംസാരിക്കണം. അത് കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് എൽദോന് കിട്ടിയതാണ്. എൽദോ അത് നല്ലപോലെ യൂസ് ചെയ്തിട്ടില്ല എന്നൊരു പരാതി അവിടെ ഉണ്ടായിരുന്നു. അത് പ്രോപ്പർ യൂസ് ചെയ്തില്ല. അപ്പൊ ഇപ്രാവശ്യം എൽദോന് കിട്ടിയിട്ടുണ്ട്, ഷിജിലാലിനും കിട്ടി. അപ്പൊ ഷിജിലാലിന് കഴിഞ്ഞ ദിവസം കിട്ടാത്തൊരു ടാസ്ക് ആയിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു ടോക്ക് ടൈം കിട്ടിയിട്ടില്ല. അപ്പൊ ടോക്ക് ടൈം കൊടുത്തപ്പം ഷിജിലാൽ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ യൂസ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അവിടെയും ഇവിടെയൊക്കെ എല്ലാത്തിലെയും ഒന്ന് ടച്ച് ചെയ്ത് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ പോയി കഴിയുമ്പോൾ എല്ലാവർക്കും കൂടിയിട്ട് ഔട്ട് ഹൗസ് ഇല്ല, ആരും ഔട്ട് ഹൗസിൽ പോകണ്ട. അതായത് വീക്ക് പെർഫോമൻസ്, ഗുഡ് പെർഫോമർ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും ഇന്ന് സേഫാണ്. ഇന്നും നോ എവിക്ഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും കുറച്ചൊക്കെ ഹാപ്പിയാണ്. ഇത് ഈ ടാസ്കിന്റെ സമയത്ത് എനിക്ക് തോന്നിയ കാര്യം, കുറച്ച് ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് വലിച്ചിടാനായിട്ടുള്ളൊരു പരിപാടി അവിടെ നടന്നതായിട്ട് എനിക്ക് തോന്നി. ഇതില് എന്താണ് രാകേഷൊക്കെ നല്ലൊരു ഗ്രൂപ്പിസം കളിച്ച ഒരാളാണ്. രാകേഷ്, ലോലിറ്റ, അങ്ങനെ കുറച്ച് ആൾക്കാർ. രാകേഷൊക്കെ മര്യാദക്ക് ഇൻഡിവിജ്വലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ലപോലെ ഒരു 3rd പൊസിഷനോ അല്ലെങ്കിൽ ടോപ്പ് 2 എത്തേണ്ട ആൾക്കാരാണ്. പക്ഷെ അവര് നല്ലപോലെ ലോലിറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ലോലിറ്റൊക്കെ കളിച്ചിട്ടില്ല. ലോലിറ്റ അവര് കളിക്കുന്നതുകൊണ്ട് ലോലിറ്റ വീണുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു സപ്പോർട്ടിങ് ഗെയിം അവിടെ കളിക്കുന്നത്. ഷാമോനാണെങ്കിൽ ഷാമോന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഷാമോനെ വലിച്ചിരുന്നത് എല്ലാവരും. ഷാമോൻ വീണിട്ട് വലിച്ചെന്തൊക്കെയാണ് പോകുന്നത്. അങ്ങനെയൊക്കെ ഷാമോൻ ക്വിറ്റ് ചെയ്ത്. അങ്ങനെ കുറെ ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് കളിക്കുമ്പോൾ അവർക്കൊന്നും മതിയായി പോവുകയാണ്, നിർത്തിപ്പോവുക. ജയിക്കണമെന്ന താല്പര്യം അവിടെ പോവുകയാണ്, അങ്ങനെ നിർത്തിപ്പോകുന്നു. അതേപോലെ എന്തോ ഷിജിലാലും നല്ലപോലെ കളിച്ചുകൊണ്ട് അവർക്ക് രണ്ടുപേരും ഒരു ലാസ്റ്റ് 30 seconds വരെ സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലും അവർക്ക് ഒരാളെ തോപ്പിക്കാനോ ഒരാളെ ജയിപ്പിക്കാനോ പറ്റുന്നില്ല. അപ്പം തന്നെ 2 പേരെയും ജയിപ്പിച്ചാൽ പ്രഖ്യാപിച്ചു.
അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചങ്ങോട്ട് പൊട്ടിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.